കാറും റോഡുമായിട്ടുള്ള കോൺടാക്ട് വീൽസിലാണ്. ടയറും റോഡും കറക്റ്റ് ആംഗിളിൽ കോൺടാക്റ്റ് ആവാൻ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പീരിയോഡിക്കലായി 5000 കിലോമീറ്റേഴ്സിലെങ്കിലും വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം. അലൈൻമെന്റ് ചെയ്യാൻ പോകുമ്പോൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫ്രണ്ട് ടയേഴ്സ് എപ്പോഴും സ്ട്രെയിറ്റ് അല്ല പോയിന്റ് ചെയ്യുന്നത്. ടോ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക വണ്ടികളുടെയും ഉള്ളോട്ട് അല്ലെങ്കിൽ കുറച്ച് പുറത്തോട്ടാണ്. കുറച്ച് ടോ ഇൻ ആയിരിക്കും റിയൽ വീൽ ഡ്രൈവ് വണ്ടികൾ, കുറച്ച് ടോ ഔട്ട് ആയിരിക്കും ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികൾ. നമ്മൾ ഓരോ പ്രാവശ്യം ടയർ മാറുമ്പോഴും നമ്മൾ വലിയ ഏതെങ്കിലും കുഴി ചാടി സസ്പെൻഷൻ കോമ്പണൻസ് ഒക്കെ മാറ്റി കഴിഞ്ഞാണെങ്കിലും എന്തായാലും അലൈൻമെന്റ് ചെക്ക് ചെയ്യണം. ടോ ഔട്ട് ആയിരിക്കുന്ന വണ്ടിയുടെ ഒരു സൈഡിൽ കറക്റ്റ് ആണ്, ഒരു സൈഡ് നേരെയാണെങ്കിൽ ഒരു സൈഡ് വെട്ടിത്തേക്കുക, ആ ടയറെ പെട്ടെന്ന് മാറ്റുകയും ചെയ്യേണ്ടി വരും. അന്നേരം നമ്മൾ ഈ 4 ടയർ ഒരുമിച്ച് മാറാൻ പറ്റില്ല. എപ്പോഴും 4 ടയർ ഈവൻലി ബേൺ ഔട്ട് ആയി ഒരുമിച്ച് മാറാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്, നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ടിനും ഗ്രിപ്പിനും എല്ലാം.